ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്താണോ ഞാൻ വീഡിയോ ഇടുക എന്നറിയില്ല. ഇന്ന് നല്ലൊരു കാമായിട്ടുള്ളൊരു ഡേ ആയിന് കേട്ടോ. ഇതാ നമ്മളെ ജനവാതിലിൻ്റെ അടുത്ത് നല്ല രാവിലെ തന്നെ നല്ല ഉടുപ്പ് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ജനവാതിലൊക്കെ തുറന്ന് നമ്മളെ മണി പ്ലാന്റിന് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. വെള്ളത്തിലാണെങ്കിലും ഒന്ന് ഇലേൻ്റെ മുകളിൽ കൂടി കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ രാവിലെ തന്നെ ഗോതമ്പ് പുട്ടും ചെറുപയർ കറി കേട്ടോ. ചെറുപയർ എന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ അത് ഞാൻ വേഗം റെഡിയാക്കി കറിയൊക്കെ വറവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കറി അങ്ങ് റെഡിയാക്കി. ഇനിയിപ്പം പുട്ട് ചൂടാന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുട്ടിൻ്റെ പാനി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാസ് എല്ലാ മാസവും തീർന്ന് കഴിയുമ്പോൾ ഒരു ചോദ്യം വരും കേട്ടോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ് സംഭവം. ഒരു ഗ്യാസ് നമ്മളൊരു 10 പേരുള്ള വീട്ടിൽ എങ്ങനെയായാലും ഒരു 2 മാസത്തോളം ഞങ്ങൾ എത്തിക്കലുണ്ട് കേട്ടോ. എന്നാലും അത് തീർന്നാലൊരു ചോദ്യം എങ്ങനെ വരും വീട്ടിൽ നിന്ന് വലിയ ആൾക്കാരെടുത്തുനിന്ന് കേട്ടോ. അപ്പോൾ അതിനെ മാനിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഇന്നിപ്പോൾ പുട്ടിൻ്റെ പാനി നമ്മളെ അടുപ്പിൽ വെക്കാമെന്ന് എഴുതി കേട്ടോ. സംഭവം ഈ അടുപ്പിൽ ഇത് ശരിക്കും അങ്ങ് അടിയിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ പുക വരുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പണ്ടേത്തെ മോഡലിൽ തന്നെ നമ്മൾ തേങ്ങൻ്റെ ചിരട്ട വെച്ചിട്ട് ആവി വേഗം വരണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പുട്ട് എന്തെങ്കിലും ഗോതമ്പ് പുട്ട് കണ്ടാൽ ഞാൻ വേഗം പോയി ഒരു ഇലയൊക്കെ പാറി വന്നു കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഈ ഇലയിലേക്ക് നമ്മൾ പുട്ടൊക്കെ കുത്തിയിട്ട് പിന്നെ അത് കഴിക്കാൻ നേരത്തെ ഈ ഒരു ഇലൻ്റെ ഒരു വാടിയ സ്മെല്ലും കൂടിയൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ ഞാൻ വേഗം ഒരു ഇലയൊക്കെ എടുത്ത് വന്നിട്ട് വേഗം നമ്മളെ ഗോതമ്പ് പുട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. മോൻ മദ്രസ പോയിട്ടുണ്ടായിനെ. അപ്പോഴേക്ക് ഇതാ കുഞ്ഞു മക്കളോട് കളിക്കാൻ വേണ്ടിയിട്ട് അമ്മയും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ മക്കളാണ്. അപ്പോൾ അവർ വന്നാൽ പിന്നെ മക്കൾ കുറച്ച് സമയം അവരോട് കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കും. അങ്ങനെ മുറ്റത്ത് മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് അവരെ കാലൊക്കെ കഴുകിയിട്ട് അങ്ങ് അകത്തേക്ക് വെച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേഗം തന്നെ ചൂടൊക്കെ പോകുന്നതിന് മുന്നേ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. നമ്മൾ ചായയെല്ലാം കൂടിയും കുടിക്കുമ്പോഴേക്ക് ചില ദിവസം നേരത്തെ കഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഒരു 9:30 ഒക്കെ ആയിന് കേട്ടോ ചായ കുടിക്കുമ്പോഴേക്ക്. ചില സമയം 10 മണിക്കൊക്കെ കഴിയും കേട്ടോ. എന്തെങ്കിലും ഇന്നിപ്പം ഗോതമ്പ് പുട്ടൊക്കെ ആയതുകൊണ്ട് ഇത് തണിഞ്ഞാലൊരു രസം ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾ കഴിക്കും മക്കൾക്കും കൊടുക്കാമെന്ന് കരുതി അങ്ങനെ വേഗം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ വേഗം കുടിച്ച് അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പലഹാരപ്പണിയിലേക്ക് കയറിയിട്ടുണ്ടോ. ഉമ്മ നല്ലോണം നമ്മളെ തരിയുണ്ട ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഒരു 30 തരിയുണ്ട തന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മക്ക് കാല് വയ്യാത്തതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ നിന്നിട്ട് ഇത് വറക്കാനും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മ അതിൻ്റെ പരിപാടിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടേനെ. എന്നാലും ഉമ്മ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ തരിയൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നല്ലോണം തേങ്ങ വേണം കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ഞങ്ങളിതാ തേങ്ങ ചേരണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മാൻ തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മസാല റെഡിയാക്കുമ്പോൾ അത് ഉമ്മ തന്നെ വേണമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതാ ഉമ്മ മെല്ലെ വന്നിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ഉമ്മാൻ്റെ നല്ല രസമാട്ടോ ഉമ്മാൻ്റെ ഈ ഒരു തരി കൊണ്ട് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉമ്മാനെ തന്നെ ഞങ്ങൾ വിളിച്ച് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു 2 കിലോ തരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ പഞ്ചസാര എന്തെങ്കിലും വേണം. അങ്ങനെ ആദ്യം നെയ്യൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏലക്കായ് പൊടിച്ച് വെച്ചതുണ്ടായിനെ. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴിതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് പിന്നെ തരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അപ്പോഴേക്കും അമ്മായി വന്നിട്ട് തേങ്ങ ഒക്കെ ചിരണ്ടി കൊടുത്തിന് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ തരിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മ വേഗം ഒരു സൈഡിൽ നിന്ന് ഉമ്മ അധികം നേരം കാലം കൊണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ അടുത്തുണ്ട് ഇതിനെ. ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. ഉമ്മ എന്നെ സ്വന്തമായിട്ട് നമ്മൾ തേങ്ങ മാത്രം ചേരണ്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ വറക്കലും കാര്യങ്ങളൊക്കെ ഉമ്മേനെ. അങ്ങനെ ഇതാ നമ്മൾ തരി ഉണ്ടേണ്ടതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. അതിനിടയിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നെയ്യ് ഉണ്ടായി കേട്ടോ. നല്ല നാടൻ നെയ്യ് ഉണ്ടായിനെ. അങ്ങനെ അതിൽ നല്ല പഴുത്ത പഴം ഉണ്ടായും. അപ്പോൾ അതൊന്ന് വാട്ടിയിട്ട് കൊടുത്താൽ അവർ തന്നെ എടുത്ത് കഴിക്കും. ഇത് കുറച്ച് കഴിക്കും കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലെ തന്നെ വയറ്റി പോകണ്ടേന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ.
പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടട്ടെ എന്ന് കരുതി. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടതാണ്. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചേർക്കലുണ്ട് കേട്ടോ തരിയുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടില്ല. അതിൻ്റെ ഇതാ മക്കൾക്ക് രണ്ടാക്കും പഴമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അവർ പഴമല്ല തിന്നത്, തരിയുണ്ടയാണ് കേട്ടോ. നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ പഴത്തിൽ നമ്മൾ പഞ്ചസാര ചേർക്കാണ്ട് കേട്ടോ കൊടുത്ത്. അപ്പോൾ ആർക്കും ഇങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ തരിയുണ്ടയിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സഹായിച്ച് നമ്മൾ തരിയുണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം വലിച്ച് നീട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.